സ്ഥിരം വരുന്നൊരു ക്വസ്റ്റ്യാണ്. ചേച്ചി മേക്കപ്പിന് മുന്നേ നമ്മൾ മേക്കപ്പിന് ഓയിൽ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഈ ഓയിൽ നമ്മൾ സ്കിൻ കെയറിൻ്റെ എത്രാമത്തെ സ്റ്റെപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്ത് സ്കിന്നിന് ഹൈഡ്രേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല. അഥവാ നിങ്ങൾ ഓയിൽ ഇടുന്നുണ്ടെങ്കിൽ അത് സൺസ്ക്രീൻ ഇട്ടതിന് ശേഷമായിരിക്കും ഇടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇടുന്നതിന് മുന്നേ. സൺസ്ക്രീൻ ഇട്ടിട്ട് ശേഷം ഇടുമ്പോൾ ചിലപ്പോൾ ഒരു പില്ലിങ് എഫക്റ്റ് വരും. മാത്രമല്ല നമ്മൾ അതിന് ശേഷം പിന്നെ സൺസ്ക്രീനിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ പ്രൈമർ ഇടുമ്പോൾ പ്രോപ്പറായിട്ട് അത് സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നില്ല. കാരണം ഓയിലിനും പ്രൈമറും ചില സമയങ്ങളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാറില്ല. സോ അതുകൊണ്ട് തന്നെ മേക്കപ്പ് പെട്ടെന്ന് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം ഓയിൽ അവോയ്ഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ സൺസ്ക്രീനിന് ശേഷം ഓയിൽ ഇട്ടിട്ട് പ്രൈമർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഡെഫിനറ്റ്ലി പ്രൈമർ ഇട്ടിട്ട് ഇത് ഫൗണ്ടേഷൻ ഇടാൻ ശ്രദ്ധിക്കുക. പ്രൈമർ ഇടുമ്പോഴത്തേക്ക് ഒരു പരിധിവരെ നമ്മുടെ ഫൗണ്ടേഷൻ കുറച്ച് നേരം കൂടി കുറച്ച് ടൈം കൂടി സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരിക്കലും പ്രൈമർ ഓപ്പൺ പോസിൻ്റെ അപ്പിയറൻസ് മാത്രമേ കുറയ്ക്കും, ഓപ്പൺ പോസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യത്തില്ല. ഏതെങ്കിലും ഡോക്ടറിനെ കൺവോക്സിലേക്ക് ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയറിലേക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.